കഥയുടെ ആരംഭത്തിൽ നമ്മുടെ കഥാനായകനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇവർ രണ്ടുപേരുടെയും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ ഇത് ആഘോഷിക്കാനായിട്ട് ഒരു ദ്വീപ് പോലെയുള്ള ഒരു സ്ഥലത്ത് വന്നേക്കുവാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കെയാണ് സിനിമയുടെ ആരംഭമായിട്ട് കാണിക്കുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഥാനായകൻ വളരെ ടെൻഷനായിട്ട് ഒരു പോലീസ് സ്റ്റേഷനുള്ളിലാണ്. അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ ഭാര്യനെ കാണാനില്ല, എനിക്ക് ഇനി ഇവിടെ 5 ദിവസം കൂടി ഉള്ളൂ, അത് കഴിയുമ്പോൾ എൻ്റെ വിസ എക്സ്പയർ ആവും, എനിക്ക് അതിന് മുന്നേ അവളെ കണ്ടെത്തണം, അവളെ കാണാനില്ല. ഭയങ്കര ടെൻഷനായിട്ട് ഭയങ്കര വിഷമത്തോടെ അവിടെയുള്ളവരോട് പറയുവാണ്. പക്ഷെ അവരത് അത്രത്തോളം അങ്ങ് മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം ഇത് റെഗുലറായിട്ട് അവിടെ വരുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വരും, വൈഫിനെ കാണാനില്ല, ഹസ്ബൻഡിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കും. അവരെന്തെങ്കിലും വഴക്കുണ്ടാക്കി മാറി നിൽക്കുന്നതായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും. അതുകൊണ്ട് ഈ കേസും അവരത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അവർ പറയുന്നു, നിങ്ങളുടെ കയ്യിൽ വേറെ എവിഡൻസ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റില്ല, അവിടെ വേറെ കാര്യങ്ങൾ കേസുകളൊക്കെ കുറെ ഉണ്ട്. അങ്ങനെ ഈ പുള്ളി കഷ്ടപ്പെട്ട് പറയുവാണ് നമ്മുടെ നായകൻ ഇവരോട്, ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് എന്നുള്ള രീതി പറയുവാണ്. ഇവരിത് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നായകൻ പെട്ടെന്ന് റേസായി, അവിടെ ഇരുന്ന് ചൂടായി. അപ്പോൾ പോലീസുകാരും വെറുതെ നിന്നില്ലല്ലോ, അവര് പുള്ളിനെ പിടിച്ച് പുറത്താക്കി. പുള്ളി മിസ്സിംഗ് ബോർഡ് ഉണ്ട്, ഈ പുറത്തായ ശേഷം ഈ കാണാനില്ലാത്ത ആൾക്കാരെ തൂക്കിയിടുന്ന ബോർഡുണ്ട്, അതായത് ആൾക്കാരെ അല്ല സോറി, അവരുടെ ഫോട്ടോ തൂക്കിയിടുന്ന ബോർഡുണ്ട്. അപ്പോൾ അതിൻ്റെ കീഴെ വന്നിരുന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പോൾ ഒരു പോലീസുകാരൻ പുള്ളിക്ക് ഇത് കണ്ടപ്പോൾ, അതായത് നമ്മുടെ നായകനെ കണ്ടപ്പോൾ മനസ്സിലായി അയാൾ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട്. ഉടനെ തന്നെ ഇയാൾ നമ്മുടെ നായകൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നാളെ എന്നെ ഒന്ന് വിളിക്കുക, ഇപ്പം ഇതെല്ലാം അടയ്ക്കാനും മറക്കാനൊക്കെ ആയിട്ട് പോവാം, നീ നാളെ എന്നെ ഒന്ന് വിളിക്കുക, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് നമ്പറും കൊടുത്തിട്ട് അദ്ദേഹം പോകുന്നു. നമ്മുടെ നായകൻ തിരിച്ച് അവർ താമസിച്ചുകൊണ്ടിരുന്ന റിസോർട്ടിൽ വരുന്നു. അവിടെ വന്ന് അമിതമായിട്ട് മദ്യപിക്കുന്നു. അദ്ദേഹത്തിന് ചില ഗുളികകൾ കാര്യങ്ങളുണ്ട്, അതായത് ഈ ഹെഡേക്കിനൊക്കെ വേണ്ടി കഴിക്കുന്ന ചില ഗുളികകളുണ്ട്. അത് കഴിച്ച് അദ്ദേഹം പെട്ടെന്ന് മയങ്ങിപ്പോകുന്നു. ഇനിയാണ് നമുക്കുള്ള ഫസ്റ്റ് സർപ്രൈസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ നമ്മുടെ നായകൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരു പെണ്ണ് കിടപ്പുണ്ട്. അപ്പം നായകൻ പെട്ടെന്ന് ഞെട്ടി, എന്താ എൻ്റെ പെണ്ണ്? നോക്കി കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ. പുള്ളിക്കാരത്തോട് പറഞ്ഞു, നീ ആരാ, നീ എന്താ എൻ്റെ കൂടെ കിടക്കുന്നേ? നായകൻ അവളോട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, നീ എന്തേ പറയുന്നത്, നിനക്ക് ഇതുവരെ വിദ്വേഷകാര്യങ്ങളൊന്നും മാറിയില്ലേ, ഞാനല്ലേ നിന്റെ ഭാര്യ എന്നുള്ള രീതിയിൽ ഇവളും തിരിച്ച് മറുപടി പറഞ്ഞു. നായകൻ അംഗീകരിച്ചില്ലേ, നീ എങ്ങനെ എൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ പുള്ളി ഉടനെ ഇന്നലത്തെ ആ പോലീസുകാരനുണ്ടല്ലോ ഇൻസ്പെക്ടർ, പുള്ളിനെ വിളിക്കുവാണ്. പുള്ളി വരുന്നു, ഇവരൊക്കെ കൂടി ചെക്ക് ചെയ്യുന്നു, പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്നു, ഫോട്ടോസ് ചെക്ക് ചെയ്യുന്നു, അവിടെ ആഘോഷിച്ച മറ്റ് ഫോട്ടോസ്, ടൂർ വന്ന ശേഷം അവിടെ ആഘോഷിച്ച മറ്റ് ഫോട്ടോസ് ഒക്കെ ചെക്ക് ചെയ്യുന്നു. ഇതൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഇതിലൊക്കെ നമ്മുടെ നായകന്റെ കൂടെ ഉള്ളത് ഈ പെണ്ണാണ്. അപ്പൊ ആകപ്പാടെ കൺഫ്യൂഷനായി. നായകൻ പറയുന്നു, ഇവളല്ല, എനിക്ക് എൻ്റെ ഭാര്യനെ കണ്ടറിഞ്ഞൂടെ? അവിടെയുള്ള ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയോട് ചോദിക്കുന്നു. അവരും പറയുന്നു, ഈ പുള്ളിക്കാരി തന്നെയാണ് ഇന്നലെ കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ള രീതിയിൽ അവളും പറയുന്നു. അപ്പൊ ഇങ്ങനെ ആകെ കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയാണ്. നായകൻ പറയുന്നു, ഇവളല്ല. അപ്പം നമ്മുടെ ഈ കൂടെയുള്ള പെണ്ണും പറയുന്നുണ്ട്, ഇങ്ങേർക്ക് ചെറിയ മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇടയ്ക്ക് ചിലപ്പോൾ മറന്നുപോയതായിരിക്കാം. ആ ഒരു രീതിയിൽ ആ പുള്ളിക്കാരത്തെയും പറയുന്നു, നമ്മുടെ നായകന്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരത്തെയും പറയുന്നു. അപ്പൊ ഇവിടെ ഇട്ട ഈ സർപ്രൈസ് ഇത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കംപ്ലീറ്റ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആയിട്ടാണ്. അതായത് സിനിമ അങ്ങനെയാണ് പിന്നെ മുന്നോട്ട് പോകുന്നത്, കംപ്ലീറ്റ് ത്രില്ലിംഗ് ആയിട്ട്. ആ ഒരു രീതിയിൽ നല്ലൊരു അനുഭവം നിങ്ങൾക്ക് തരും. ആ ഒരു രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പൊ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ അതിലോട്ട് നമുക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. എങ്കിൽ മാത്രമേ ഇതുപോലെ ചെറിയ സിനിമയിൽ നല്ല സിനിമകളും അല്ലെങ്കിൽ അധികം പോപ്പുലർ ആകാതെ പോയ ഇതുപോലെയുള്ള സിനിമകളുടെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളോട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം, മൂവീസ് റൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2022 പുറത്തു വന്ന ഒരു ചൈനീസ് ക്രൈം മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ലോസ്റ്റ് ഇൻ ദ സ്റ്റാർസ്. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ചൈനീസ് എന്ന് കേൾക്കുന്നതുകൊണ്ട് ആരും കയറി പെട്ടെന്ന് സ്കിപ്പ് ചെയ്യേണ്ട. സിനിമ വളരെ സിമ്പിളാണ്, നമുക്ക് എളുപ്പത്തിൽ തന്നെ മനസ്സിലാകും. ആ രീതിയിലാണ് അത് മേക്ക് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്. മാത്രമല്ല നെറ്റ്ഫ്ലിക്സിൽ സബ് ടൈറ്റിൽ ഉൾപ്പെടെയാണ് സിനിമ ഉള്ളത്. അപ്പോൾ സബ് ടൈറ്റിൽ ഇട്ടാൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പിടികിട്ടും. എന്തായാലും അല്ലെങ്കിൽ നമുക്ക് വളരെ സിമ്പിളാണ് സിനിമ, പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ എന്തായാലും സിനിമ കാണാൻ ശ്രമിക്കുക, കാരണം അത്രത്തോളം നല്ലൊരു അനുഭവമാണ് സിനിമ. നല്ലൊരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും സിനിമ തരും. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കൊറിയൻ സെറ്റപ്പിലാണ് സിനിമ മുന്നോട്ട് പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇമോഷണലി നമ്മളെ ട്രീറ്റ് ചെയ്തായിരിക്കും സിനിമ മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയായിരുന്നില്ല. കംപ്ലീറ്റ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ കൊണ്ട് ഇടയ്ക്കിട്ട് ആ ഒരു രീതിയിലാണ് സിനിമ മുന്നോട്ട് പോയത്. അല്ലെങ്കിൽ എന്താ പറയുക, ത്രില്ലിംഗ് ആക്കി തന്നെ അടുത്തത് എന്താ എന്നുള്ള ആ ഒരു ചോദ്യം അത് നമ്മുടെ മനസ്സിലിട്ട്
ആ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തി തന്നെയാണ് സിനിമ അപ് ടു എൻഡ് വന്നത്. ക്ലൈമാക്സിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ പറയേണ്ട, അതായത് എൻ്റെയർ സിനിമ പറയേണ്ട ആ ഒരു ഇമോഷണൽ കണ്ടന്റ് ഉണ്ടല്ലോ, അത് മൊത്തം ക്ലൈമാക്സിൽ അങ്ങ് ഇട്ടിട്ട് അങ്ങ് പൊട്ടിക്കുന്നുണ്ട്. അതൊരു മികച്ച ഒരു അനുഭവം എന്ന് തന്നെ വേണം പറയാനായിട്ട്. നല്ലൊരു അനുഭവം തന്നെയാണ് എനിക്ക് സിനിമ പ്രത്യേകിച്ച് തന്നത്. എന്തായാലും നിങ്ങൾക്കും അത് തരും, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ കാണുമ്പോൾ, ഇതിന്റെ ആദ്യ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ പല സിനിമകളായിട്ട് നമുക്കൊരു കണക്ഷൻ തോന്നിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1960 ദ ട്രാപ്പ് ഫോർ എ ലോൺലി മാൻ എന്ന് പറഞ്ഞൊരു ഡ്രാമ വന്നായിരുന്നു. അതിനുശേഷം ഇത് 1990 സിനിമയായിട്ടും വന്നിട്ടുണ്ട്. ഈ ഒരു കഥ ദ ട്രാപ്പ് ഫോർ എ ലോൺലി മാൻ എന്ന് പറഞ്ഞൊരു സെയിം പേരിൽ തന്നെ 1990 വന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നുള്ള ഒരു അഡാപ്ഷൻ ആണ് ഈ ചൈനീസ് മൂവി. അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും, ഈ ഡ്രാമയിൽ നിന്നും അതുപോലെ തന്നെ 1990 വന്ന സിനിമയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ചൈനീസ് മൂവി വന്നേക്കുന്നത്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട്, അതായത് 1960 വന്ന ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും 90 60 വന്ന കാര്യങ്ങളിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് വേറെയും സിനിമകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സിനിമകൾ ഈ സിനിമകളുമൊക്കെ ആയിട്ട് ചെറിയ കണക്ഷൻസ് നമുക്ക് തോന്നിയേക്കാം. ഇപ്പൊ തമിഴിൽ പോലും ഉണ്ട്, 1-2 ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ 555 എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട് തമിഴിൽ. അതിന്റെ ആദ്യ ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സിനിമയായിട്ട് നല്ലൊരു കണക്ഷൻ എനിക്ക് തോന്നിച്ചു. എനിക്ക് ആ 555 എന്ന് പറഞ്ഞ പടം അന്ന് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷെ അത് അത്രത്തോളം പോപ്പുലർ ആയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഇതാണ് ഈ സിനിമകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ തോന്നിക്കാനുള്ള ഒരു കാരണം എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ എന്തായാലും സിനിമയിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ, സിനിമയുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ വർക്കും എനിക്ക് അടിപൊളിയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് ഇപ്പൊ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് എടുക്കുവാണെങ്കിൽ സിനിമാറ്റോഗ്രഫി ആയാലും അതുപോലെ തന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ വർക്കായാലും അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിനകത്തൊരു BGM ഉണ്ട്, നല്ല രസമാണ് അത് കേട്ടിരിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഒരു ത്രില്ലിങ്ങിന്റെ ഒക്കെ ആ ഒരു പീക്കിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ റൺ ആവുന്നുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അത്. പ്രത്യേകിച്ച് ആ സീനിനൊക്കെ നല്ലൊരു ആപ്റ്റായിട്ട് തന്നെയാണ് അത് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ എഡിറ്റിങ്ങിലോട്ടൊക്കെ നോക്കുവാണെങ്കിൽ, പ്രത്യേകിച്ച് ക്ലൈമാക്സ് സീക്വൻസുകളിലോട്ടൊക്കെ വരുമ്പോൾ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്, ഒരു റേസിംഗ് സീക്വൻസ്, ആക്ഷൻ സീക്വൻസ്, അങ്ങനെ ചില സീക്വൻസുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വരുമ്പോൾ ആ ഒരു ജം കട്ട്സ് ഒക്കെ അതൊക്കെ എനിക്ക് രസമായിട്ട് തന്നെ തോന്നി, പ്രത്യേകിച്ച് എഡിറ്റിംഗ്. അപ്പൊ മൊത്തത്തിൽ സിനിമ നല്ലൊരു അനുഭവം തന്നെയാണ് എനിക്ക് തന്നത്. പ്രത്യേകിച്ച് ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാം സിനിമയ്ക്ക് ഒത്ത രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു അനുഭവം തന്നെ. ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോഴും ഈ പറയുന്ന രീതിയിൽ അൺപ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടർ റിവീലൊക്കെ ഉണ്ട്, 1-2 ഉണ്ട്. അത് ഏതാണ് ഞാൻ ഏതാണ് പറഞ്ഞതെന്ന് തീർച്ചയായിട്ടും സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ പ്രിഡിക്റ്റ് ചെയ്ത ഒരു കാര്യമായിരുന്നില്ല. 2 ഉണ്ട്, അതിൽ 1 ഞാൻ പ്രിഡിക്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നില്ല. മറ്റേത് ഏകദേശം ഒരു ഗഫൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു അനുഭവം തന്നെ. ഇപ്പൊ ഇമോഷണലി ആയാലും അതുപോലെ തന്നെ ഇപ്പൊ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ നോക്കുവാണെങ്കിലും ത്രില്ലിംഗ് ആയാലും എല്ലാം ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ്. സിനിമ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ തോന്നി, അല്ലെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങളും തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സിനിമ കാണുക. നെറ്റ്ഫ്ലിക്സിലുണ്ട്, സബ് ടൈറ്റിലും ഉണ്ട്. 7.5 ഔട്ട് ഓഫ് 10 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. ഇത് കുട്ടികൾക്കും ഫാമിലിക്കും ഒക്കെ ഒരേപോലെ തന്നെ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണിത്. എന്തായാലും ഇതുപോലെയുള്ള നല്ല സിനിമകൾ അല്ലെങ്കിൽ റിലീസ് ആവുന്ന സിനിമകളുടെയൊക്കെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെയ്ക്ക് എല്ലാവർക്കും നന്ദി.